ഉണ്ണി എന്താ കുടിച്ചേ? കോഫി എടുത്തു കേട്ടോ. താങ്ക് യു വസുന്ധര. എനിക്ക് വീട്ടിലിരുന്ന് ബോറടിക്കുന്നമ്മേ, ഞാൻ സ്കൂളിൽ പോയിക്കോട്ടെ? ഉണ്ണി ഇന്നും കൂടെ നല്ല റെസ്റ്റ് എടുത്തിട്ട് നാളെ മുതൽ സ്കൂളിൽ പോയിക്കോ. ഓക്കെ? അനുവും കീർത്തിയും കിട്ടുചേട്ടനും ഒക്കെ ഇന്ന് സ്കൂളിൽ പോകുന്നുണ്ടല്ലോ അച്ഛാ. ഇല്ല, നീ വീട്ടിലുള്ളത് കൊണ്ട് അവരാരും സ്കൂളിൽ പോയില്ല. എങ്കിൽ ഞാൻ പാല് കുടിച്ചിട്ട് അവരുടെ കൂടെ പോയി കളിച്ചോട്ടെ? ഉണ്ണി ഇന്ന് ശരീരം അനങ്ങിയുള്ള ഒരു കാര്യവും ചെയ്യണ്ട. മോനിന്ന് കംപ്ലീറ്റ് റെസ്റ്റ് ആണ് വേണ്ടത്. ഒരു കാര്യം ചെയ്യാം, ഈവനിങ് ചെറിയച്ഛനോട് പറഞ്ഞ് മോനെ പാർക്കിലേക്ക് കൊണ്ടുപോകാൻ പറയാം. അതുപോലെ അഖിലേട്ടാ, എന്റെ ഡ്രസ് എങ്ങനെയുണ്ട്? എന്റെ ഡ്രസ് എങ്ങനെയുണ്ട് ഏട്ടാ? ആരുടെ ഡ്രസ് കൊള്ളാന്ന് പറഞ്ഞാലും മറ്റൊരാൾക്ക് ദേഷ്യം വരുമല്ലോ. ഇപ്പൊ എന്താ ചെയ്യാ? പറ അഖിലേട്ടാ, എന്റെ ഡ്രസ്സല്ലേ നന്നായിട്ടുള്ളത്? എന്റെ ഡ്രസ് തന്നെ കൊള്ളാന്ന് പറയേട്ടാ. അയ്യോ, നിന്റെ ഡ്രസ് അത്ര പോരാ, ഇത് ഓൾഡ് ഫാഷനാ. അങ്ങനൊന്നുമല്ല, നിന്നെയാ കാണാൻ നാട്ടുപുറത്ത് കയറിയ പോലെ ഇരിക്കുന്നത്. ഹലോ, ഞാൻ സിറ്റിയിൽ ജനിച്ചു വളർന്ന പെണ്ണാ. ഞാൻ സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണാ. എന്റെ ദൈവമേ, എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? അതാരാകില്ലേട്ടാ? ആരേട്ടാ അത്? നമസ്കാരം മാഡം. മാഡം എന്താ ഞങ്ങളുടെ വീട്ടിലേക്ക്? ഉണ്ണിയെ കാണണമെന്ന് തോന്നി. ഉണ്ണി വീട്ടിലുണ്ട് മാഡം, അകത്തേക്ക് പോകാം. ഓക്കേ. വരൂ മാഡം. വരൂ മാഡം. അമ്മേ, ഏട്ടാ, എടുത്തി എല്ലാവരും ഒന്ന് വന്നേ. ജാനകി മാഡം വന്നിരിക്കുന്നു. കുഴപ്പമില്ലല്ലോ. എന്റെ ഭർത്താവിന്റെ ആദ്യ ഭാര്യ നല്ല വീട്ടിൽ തന്നെയാണല്ലോ സെറ്റിൽ അയക്കുന്നത്. മാഡം ഇരിക്കൂ. ഏട്ടാ, ഇത് ജാനകി മാഡം, നമ്മുടെ ഉണ്ണി രക്ഷിത ഈ മാഡമാ. ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ, ശരിയായ സമയത്ത് തന്നെ ഞങ്ങളുടെ ഉണ്ണിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതിന്. നിങ്ങളില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ ഉണ്ണിയുടെ കാര്യം എന്താവുമായിരുന്നു? ദൈവത്തെ പോലെയാ വന്ന് രക്ഷിച്ചത്. അയ്യോ, ചെറിയ കുട്ടികൾ ദൈവത്തിന് സമമാണ്. അവരെ രക്ഷിക്കുന്നത് ദൈവത്തിന് പൂജ ചെയ്യും പോലെയാ. നല്ല കാര്യമാ പറഞ്ഞത്. ഇരിക്കും മോളെ. ഉണ്ണിയെ കണ്ടിട്ട് പോകാമെന്ന് കരുതി വന്നതാ. അനു, കീർത്തി, ചേട്ടനെ അമ്മയും അച്ഛനെയൊക്കെ ഒന്ന് വിളിച്ചോണ്ട് വന്നേ. ഇത് ദൈവമൊന്നുമല്ല, പിശാച. ആവശ്യമില്ലാതെ ആ ഉണ്ണിയെ രക്ഷപ്പെടുത്തി. ഈ ഉണ്ണി ചെറുക്കിന് നാട് മുഴുവൻ ബന്ധുക്കളുണ്ടെന്നാ തോന്നുന്നത്. ആരെങ്കിലും ഇവനെങ്ങ് രക്ഷിച്ചോണ്ടേ ഇരിക്കുക. അതിനുള്ള സമയമൊന്നുമില്ല. ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്. ആരായിരിക്കും ഇത്? വാ വാ. താങ്ക് യു മാഡം, ഞങ്ങളുടെ ഉണ്ണി രക്ഷിച്ചതിന്. നമസ്കാരം. നമസ്കാരം. നിങ്ങളോ? കുട്ടികൾ വന്ന് പറഞ്ഞപ്പോ മറ്റാരും ആണെന്നാ വിചാരിച്ചേ. ഹായ് ഉണ്ണി, ഇപ്പൊ എങ്ങനെയുണ്ട്? ഐ ആം ഫൈൻ ആന്റി. ഇന്നലെ എന്നെ രക്ഷിച്ചത് ആന്റി അല്ലേ? താങ്ക് യു സോ മച്ച്. നിന്നെ കാണുമ്പോ എന്റെ മോനെ കാണുന്ന പോലെയാ തോന്നുന്നേ. ഇതാ, വാങ്ങിച്ചോളൂ. നിങ്ങളുടെ മകൻ എന്റെ മകൻ ഈ അടുത്ത കാലത്ത് മരിച്ചുപോയി. അല്ല, ഐ എം റിയലി സോറി. അത് ആക്ച്വലി ഇറ്റ്സ് ഓക്കെ. ഉണ്ണിയെ കണ്ട ഉടനെ എന്റെ മകനെയാ ഓർമ്മ വന്നത്. അവനെ നഷ്ടമായതിൽ എനിക്ക് വളരെ വിഷമമുണ്ട്. എന്നെപ്പോലെ ഒരു പെണ്ണിനും ഇതുപോലെ ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാ ഹോസ്പിറ്റലിൽ ഇവനെ കൊണ്ടുപോയി ഞാൻ അഡ്മിറ്റ് ചെയ്തത്. ഒരുപാട് ടെൻഷനായല്ലേ. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഉണ്ണിക്കൊന്നും സംഭവിച്ചില്ല. എന്റെ ആയുസ് കൂടി എടുത്ത് 100 വർഷം ജീവിക്കണം ഉണ്ണി.
ഐ എം സോറി, ഞാൻ കുറച്ച് സ്വാതന്ത്ര്യം എടുത്തതുപോലെ. എന്റെ ഉണ്ണിയുടെ ജീവൻ രക്ഷിച്ചു. നിങ്ങളോട് കടപ്പെട്ടിരിക്കുക ഞങ്ങള്. താങ്ക് യു സോ മച്ച് വസുന്ധര. ഇഫ് യു ഡോണ്ട് മൈൻഡ്, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ണിയെ കാണാൻ ഇവിടെ വരാമല്ലോ അല്ലേ? ഡെഫിനറ്റ്ലി, എനി ടൈം. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഞങ്ങളുടെ വീട്ടിലേക്ക് വരാം. എന്റെ ഹൗസും ഇവിടെ അടുത്ത് തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് ഉണ്ണിയും കുട്ടി നിങ്ങൾ എന്റെ വീട്ടിലേക്കും വരൂ. ഉറപ്പായിട്ട് ഞങ്ങൾ വരാം. എന്തിനാ നിന്ന് സംസാരിക്കുന്നേ? ഇരിക്കാലോ. കോഫിയോ ചായ എന്തെങ്കിലും എടുക്കട്ടെ? അതിന്റെ ഒന്നും ആവശ്യമില്ല. ഉണ്ണിയെ കാണാനാ വന്നത്. ഞാൻ കണ്ടു, ഹാപ്പിയായി. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ബൈ ഉണ്ണി. ഓക്കെ ആന്റി, ബൈ. പോയിട്ട് വരാം. ബൈ. ഓക്കെ. ഉണ്ണി, റോഡ് ക്രോസ് ചെയ്യുമ്പോ വളരെ സൂക്ഷിച്ചു വേണം കേട്ടോ. ആര് വിളിച്ചാലും തിരിഞ്ഞൊന്നും നോക്കരുത്. ഓക്കെ? ഓക്കെ ആന്റി. എന്റെ മകൻ അങ്ങനെ സംഭവിച്ചത് കൊണ്ട് ആർക്കെന്ത് വന്നാലും എനിക്ക് വിഷമം ഉണ്ടാവും. അതുകൊണ്ടാ ഉണ്ണിയോട് ഞാൻ ഇതൊക്കെ ഓർമ്മിപ്പിച്ചത്. ഞാൻ ഇറങ്ങട്ടെ. ബൈ ഉണ്ണി. അമ്മേ, അമ്മയോടൊരു കാര്യം പറയാനുണ്ട്. അമ്മേ വന്നേ. എന്താ മോളെ, എന്തു പറ്റി? അച്ഛനോടൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം അനു? ഏട്ടനെ ബൈക്ക് കൊണ്ടിടിച്ച ആളെ കുറിച്ച് അമ്മേ ഞങ്ങക്ക് പറയാനുള്ളത്. അവൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? അറിയില്ല അച്ഛാ, പക്ഷേ അയാള് മനഃപൂർവ്വം ഇടിച്ചിട്ടതാ. എന്താണു നീ പറയുന്നേ? അതെ അമ്മേ, അയാള് മനഃപൂർവ്വം റോങ് റൂട്ടിൽ ഫാസ്റ്റായി വന്ന ഏട്ടനെ ഇടിച്ചിട്ട് പോയതാ. നിങ്ങള് സത്യമാണോ പറയുന്നത്? സത്യമാ അച്ഛാ, അവൻ ചേട്ടനെ കൊല്ലാനാ നോക്കിയത്. അപ്പോ ഇത് ശരിക്കും ആക്സിഡന്റ് അല്ലെന്ന് അർത്ഥം. ആരോ വേണമെന്ന് വെച്ച് തന്നെയാ ഇത് ചെയ്തിരിക്കുന്നത്. സ്വാമിജിയും ഇത് തന്നെ എന്നോട് പറഞ്ഞത് ഏട്ടാ. ഉണ്ണിക്ക് മറ്റൊരാള് കാരണം ആപത്ത് വരുമെന്നാ എന്നോട് പറഞ്ഞത്. ആ ബൈക്കിൽ വന്ന ആളിന് ചേട്ടനോട് എന്താ ദേഷ്യം വെച്ചാ? ആ അങ്കിളിനെ ഞങ്ങൾ മുമ്പ് കണ്ടിട്ടേ ഇല്ല. ദേഷ്യം അയാൾക്കായിരിക്കില്ല മക്കളെ, അവന്റെ പിന്നിൽ മറ്റാരോ ഉണ്ട്. ആരായിരിക്കും അവനെ അപകടപ്പെടുത്താൻ ശ്രമിച്ചത്? അവനെ പിടിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. ആ അങ്കിൾ അവിടെ നിന്ന് പെട്ടെന്നാ പോയതച്ചാ. എങ്ങനെയാ അയാളെ പിടിക്ക? ഞങ്ങൾക്ക് ആ അങ്കിളിനെ കണ്ടാ തിരിച്ചറിയാൻ പറ്റുവച്ചാ. പക്ഷെ അയാളുടെ മുഖം നമുക്ക് അറിയില്ലല്ലോ. ആ ഏരിയയിൽ CCTV ക്യാമറ ഉറപ്പായും കാണും. ആക്സിഡന്റ് അതിൽ തീർച്ചയായിട്ടും റെക്കോർഡായിട്ടും ഉണ്ടാവും. ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം. ഓക്കെ? ആ അങ്കിള് ഞങ്ങളെയും കൂടി എന്തെങ്കിലും ചെയ്യൂ അമ്മേ? ഞങ്ങൾക്ക് പേടിയാവുന്നമ്മേ. നാളെ തൊട്ട് ഞങ്ങൾ സ്കൂളിൽ പോകുന്നില്ലമ്മേ. പേടിക്കൊന്നും വേണ്ട മോളെ. നിങ്ങളുടെ അച്ഛൻ പോയിരിക്കുമല്ലേ, അയാൾ ആരായിരുന്നാലും കണ്ടുപിടിച്ച് അയാളെ പോലീസിൽ ഏൽപ്പിക്കും. നിങ്ങൾ ഹാപ്പി ആയിട്ട് സ്കൂളിലേക്ക് പൊയ്ക്കോ, മനസ്സിലായോ? ശരിയമ്മേ. ദൈവമേ, ആരോ ഒരാൾ കാരണം ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുമെന്നും അടുത്ത 6 മാസത്തേക്ക് ചീത്ത സമയമായിരിക്കും സ്വാമിജി പറഞ്ഞിരിക്കുമല്ലേ. ഈ സമയത്ത് കൈവിടാതെ ഞങ്ങളെ രക്ഷിക്കണേ. എന്താ സാർ അന്വേഷിക്കുന്നത്?
എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇന്നലെ ഈ സ്ഥലത്ത് ഒരു ആക്സിഡന്റ് നടന്നില്ലായിരുന്നോ? അതെ സാർ, ആ സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നു. പാവം ഒരു ചെറിയ പയ്യനാ, ഏതോ അലവലാതി കുടിച്ചിട്ടായിരിക്കും വണ്ടി ഓടിച്ചത്. ആ ചെറിയ പയ്യനെ ഇടിച്ചിട്ടിട്ട് ബൈക്ക് നിർത്താതെ പോയി കളഞ്ഞു സാർ. അത് ആക്സിഡന്റ് ആയിട്ട് തന്നെയാണോ തോന്നിയത്, അതോ ഇനി മനഃപൂർവ്വം ചെയ്തതായിട്ടാണോ തോന്നിയത്? ഞാൻ അത്രയ്ക്കൊന്നും ശ്രദ്ധിച്ചില്ല സാർ. തെറ്റാ ബൈക്കുകാരൻ്റെ ഭാഗത്താ. സ്പീഡിൽ വന്ന് ആ പയ്യനെ ഇടിച്ചിട്ടു. ഇനി അയാളെ കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുമോ? എന്തിനാ സാർ? സാറ് പോലീസാണോ? അല്ല, ആ പയ്യന്റെ അച്ഛനാണ്. അയ്യോ സാർ, കുട്ടിക്ക് എങ്ങനെയുണ്ട് ഇപ്പോൾ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. ആ ബൈക്കുകാരനെ കണ്ടാൽ ഇനി നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുമോ? സാർ, അയാള് ഹെൽമെറ്റ് വെച്ചിരുന്നു, പക്ഷേ രൂപം കണ്ട് എനിക്ക് അയാളെ പിടിക്കാൻ പറ്റും സാർ. ശരി, നിങ്ങളുടെ നമ്പറും തരുമോ? 97505213. താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് ഓക്കെ സാർ. ഹലോ, എസ് ഐ സാർ. പറയൂ. ഇത് ഞാനാണ്, അഭിരാം. ഇന്നലെ മാതാപുരം ജംഗ്ഷനിൽ വെച്ച് നടന്ന ആക്സിഡന്റുമായി ബന്ധപ്പെട്ട CCTV ഫൂട്ടേജ് ഒന്ന് വേണമായിരുന്നു. അതൊന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ സാർ? എന്നത്തെയാ? ഇന്നലത്തെ ഫൂട്ടേജാണ് സാർ. ഇപ്പൊ നിങ്ങൾ അവിടെയാണോ ഉള്ളത്? ഞാൻ ഇവിടെ തന്നെ ഉണ്ട് സാർ. ആ ലൊക്കേഷൻ എനിക്ക് ഷെയർ ചെയ്യാം. ഓക്കെ സാർ, ഇപ്പൊ തന്നെ ഷെയർ ചെയ്ത് തരാം. എത്രയും വേഗം പറ്റുമോ അത്രയും പെട്ടെന്ന് തന്നെ ബൈക്കാരുടെ ഡീറ്റെയിൽസ് ഒന്ന് ഷെയർ ചെയ്ത് തരണം. ശരി. താങ്ക് യു സാർ. എന്ത് പറ്റിയോ അഖിലേട്ടാ? വല്ലാത്ത തലവേദന എടുക്കാൻ നന്ദിനി. ആണോ? നെറ്റിയില് ബാം പുരട്ടി തരട്ടെ? ഏയ് വേണ്ട, ഒന്ന് കോഫി കൊണ്ടുവരാമോ? ശരി അഖിലേട്ടാ. ഏയ് അവിടെ നിൽക്കേ. എന്താമ്മേ? ആ നന്ദിനി അഖിലിന് കോഫി ഉണ്ടാക്കി കൊടുക്കാൻ പോവാ. അപ്പോ ഞാനും ഏട്ടന് കോഫി കൊണ്ട് കൊടുക്കട്ടെ? വേണ്ട, അവൾ ഉണ്ടാക്കുന്ന കോഫിയിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്ക. എന്താമ്മ ഇത്? ഉപ്പിട്ട കോഫി എങ്ങനെ ഏട്ടൻ കുടിക്കുന്നേ? അതെ, തോന്നു തുപ്പണം. ആ സമയത്ത് നീ നല്ലൊരു കോഫി ഉണ്ടായിക്കൊണ്ട് കൊടുക്കണം. നിന്നെ അവൻ പ്രശംസിക്കും. ഇതാണോ നിങ്ങളുടെ പ്ലാനിങ്? ദാ നോക്ക്, നീ വേഗം ചെല്ല്. ആ നന്ദിനി പുറത്തേക്ക് വരുന്ന മാതിരി ഞാൻ എന്തെങ്കിലും ചെയ്തേക്കാം. ശരി അമ്മേ. നീ എന്തിനാ ഇവിടെ വന്നേ? നീ ഇവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക? അഖിലേട്ടന് കോഫി ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഞാൻ എന്റെ അമ്മയ്ക്ക് വേണ്ടി കോഫി ഇടാൻ വന്നതാ. എന്നേട്ടോ? നിന്റെ പോളന്നെ ഇറങ്ങിയെന്നേ. നിന്നെ ഇപ്പൊ ഫോൺ ചെയ്തത് ആരാന്ന വിചാരം? ആരാളേമേ? ആ ദമയന്തി. നിന്നെ കിച്ചണിൽ നിന്ന് പുറത്താക്കി ശിവാനിയെ കൊണ്ട് നിന്റെ കോഫിയിൽ ഉപ്പ് കലക്കാൻ നോക്കുക. ഈ വൃത്തികെട്ട ഉപ്പ് കോഫി കുടിച്ചിട്ട് അഖിലേട്ടൻ നന്ദിനിയുടെ മുഖത്ത് തന്നെ തുപ്പാൻ പോവാ. അതിനുശേഷം എന്റെ നല്ല കോഫി കുടിച്ചിട്ട് എന്റെ പുകഴ്ത്തു. അവളെ ഞാൻ നിക്ക് നിക്ക്, നീ ഇപ്പൊ ശിവാനോട് വഴക്കിന് പോവാണോ? അതെ. വേണ്ട, അവളും നമ്മുടെ അഖിലിന് കോഫി കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ പോയിട്ട് അവളെ പുറത്താക്കാം. നീ പോയിട്ട് അവളുടെ കോഫിയിൽ മുളകിട്. എന്നിട്ട് നീ അവളുടെ കോഫി കുടിക്കാനായിട്ട് അഖിലിനോട് പറ.
അപ്പൊ അവൻ ആ കോഫി കുടിച്ചിട്ട് അവളെ വഴക്ക് പറയും. സൂപ്പർ ഐഡിയ കളയമ്മേ. ഞാനിപ്പോ പോയിട്ട് വരാം. ശിവാനി, മോളെ ശിവാനി, ആ ഇതാ വരുന്നു അമ്മേ. നീ എവിടെയാ ഉള്ളത്? പെട്ടെന്ന് ഇങ്ങോട്ട് വാ. എന്താ അമ്മേ? നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അമ്മയല്ലേ എന്നെ വിളിച്ചത്? ആ, ഞാനെപ്പോഴാടി വിളിച്ചത്? അതുപോട്ടെ, അവളിട്ട കോഫിയിൽ ഉപ്പിട്ടായിരുന്നോ? അതൊക്കെ ഞാൻ കലക്കി. ശരി, നീ ചെല്ല്. അഖിൽ ആ ഉപ്പ് കോഫി കുടിച്ചിട്ട് തോന്നു തുപ്പിയിട്ട് നന്ദിനി വഴക്ക് പറയുമ്പോ നീ നിന്റെ കോഫി കൊണ്ടുപോയി കൊടുക്കണം. ശരി അമ്മേ. ഓക്കെ. ഒരു കപ്പ് കോഫി എടുക്കാൻ എന്തിനാ ഇത്രയും സമയം? അഖിലേട്ടന് വേണ്ടി മറ്റൊരു കോഫി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക. ഈ കോഫി ആർക്കാ? ഇത് ഏട്ടന് തന്നെയാ. നിന്നോട് ഞാൻ കോഫി കൊണ്ടുവരാൻ പറഞ്ഞില്ലായിരുന്നല്ലോ. ഞാനായിട്ട് കൊണ്ടുവന്നതാ. ആ, ഓ, ഇനി രണ്ടുപേരും കൂടി വഴക്കുണ്ടാക്കാൻ പോവാ? ഏയ് ഇല്ല അഖിലേട്ടാ, ഞാനും വഴക്കിനൊന്നുമില്ല ഏട്ടാ. നിന്റെ മുളക് പൊടി ഇട്ട കോഫി കുടിച്ചിട്ട് അഖിലേട്ടൻ നിന്റെ മുഖത്തോട് വലിച്ചെറിയാൻ പോവാ. ആ ഉപ്പ് കോഫി കുടിച്ചിട്ട് ഏട്ടൻ നിന്റെ മുഖത്ത് തുപ്പാൻ പോവാ. വാങ്ങിച്ചോ. ഇപ്പൊ ഞാൻ ആരുടെ കോഫി കുടിക്കണ്ടേ? അവളോടല്ലേ ഏട്ടൻ ആദ്യം കോഫി കൊണ്ടുവരാൻ പറഞ്ഞേ. അവളുടെ കോഫി തന്നെ ആദ്യം കുടിച്ചോ. അതൊന്നും വേണ്ട. എത്രയായിരുന്നാലും അവളെ ഏട്ടന്റെ ചേച്ചിയുടെ മകളല്ലേ, ആദ്യം അവളുടെ കോഫി തന്നെ കുടിക്ക്. നീ അഖിലേട്ടന്റെ മുറപ്പെണ്ണല്ലേ നന്ദിനി, നീ തന്നെ ആദ്യം കൊടുക്ക്. അല്ല, എന്താ ഇത്? ഇന്നലെ ഞാൻ ഉണ്ടാക്കിയത് ആദ്യം കുടിക്കണമെന്ന് പറഞ്ഞല്ലേ രണ്ടും കൂടി വഴക്കുണ്ടാക്കിയത്. ഇപ്പൊ എന്താ പ്ലേറ്റ് മാറ്റിയത്? എന്തു പറ്റി അഖിൽ? എനിക്ക് വേണ്ടി രണ്ടുപേരും കൂടി കോഫി കൊണ്ടുവന്ന് എടുത്തി. ഫസ്റ്റ് അവരുടെ കോഫി തന്നെ കുടിക്കണമെന്ന് അവര് വഴക്കുണ്ടാക്കണോ? ഇല്ല എടുത്തി, ഇന്ന് പ്രശ്നം നേരെ തിരിച്ചാണേ. ആദ്യം നന്ദിനിയുടെ കോഫി കുടിക്കണമെന്ന് പറഞ്ഞ് ശിവാനിയും, ശിവാനിയുടെ കോഫി കുടിക്കണമെന്ന് പറഞ്ഞ് നന്ദിനിയും. രണ്ടും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരവാ. അങ്ങനെയാണെങ്കിൽ 2 കപ്പ് വാങ്ങിയിട്ട് സിപ്പ് ചെയ്ത് നോക്ക്. ഏത് നന്നായിരിക്കുന്നോ അത് കുടിക്ക്. യെസ്, ഗുഡ് ഐഡിയ. ഇങ്ങ് തന്നെ. എന്താ ഇത്, ഉപ്പാണോ ഇട്ടിരിക്കുന്നത്? അയ്യ, എന്താ ഇത്? വല്ലാതെ എരിയുന്നുണ്ടല്ലോ. ഇതെന്താ, കോഫിയിൽ ഉപ്പ് എരിവും ചേർത്തോ? ഷുഗറും കോഫി പൗഡറും അല്ലേ ഇടേണ്ടേ? എന്റെ കോഫിയിൽ അവളാ ഉപ്പിട്ടത് ചേച്ചി. എന്റെ കോഫിയിലുള്ള മുളക് പൊടി ഇട്ടെന്നാ തോന്നുന്നേട്ടാ. നല്ല കാര്യമായി. നിങ്ങളുടെ കോഫി കുടിക്കാൻ നിന്നത് എന്റെ മാത്രം തെറ്റാ. വേഗം ചെന്നോ.